ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹൗ ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ LLB യൂണിവേഴ്സിറ്റി എക്സാം, അതിനെ പറ്റിയൊരു കണ്ടന്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2024 അഡ്മിഷൻ എടുത്ത 5 ഇയറുകാരും 3 ഇയറുകാരും ഉടനെ തന്നെ അവർ ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാം എഴുതും. അപ്പോൾ ധാരാളം കുട്ടികൾ, പ്രത്യേകിച്ച് 5 ഇയർ കുട്ടികൾ എന്നോട് ചോദിക്കാറുള്ള കാര്യം, സാർ ഈ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെയാണ് എഴുതുക, എങ്ങനെ നല്ല മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു കണ്ടന്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് ആദ്യമായിട്ട് എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന 5 ഇയറുകാർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആദ്യം എങ്ങനെയാണ് ഇത് എഴുതുക? കാരണം +2 പോലെ അല്ല യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പാറ്റേൺ, ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, പ്രിപ്പയർ ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ്, അതുപോലെ തന്നെ എക്സാം എഴുതേണ്ട രീതിയും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാവും. 3 ഇയറുകാർക്ക് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർ ഓൾറെഡി ഒരു ഡിഗ്രി കഴിഞ്ഞ് വന്നുകൊണ്ട് അവർക്ക് അത്യാവശ്യം ഈ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 5 ഇയറുകാർക്ക് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ 3 ഇയറിന് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു 5 ഇയറുകാർ, +2 കഴിഞ്ഞിട്ട് വരുന്ന 5 ഇയറുകാർ ആദ്യത്തെ ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ എഴുതാൻ പോകുന്ന സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ചെയ്യേണ്ടത്. നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ തറവായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടർ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾസ് കാണാൻ പറ്റും. ആ മൊഡ്യൂൾ നോക്കിയിട്ട് ലൈബ്രറി പോയിട്ട് നല്ല ബുക്സ് എടുക്കുക, അതുപോലെ തന്നെ വേറെ ലൈബ്രറിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ബുക്സ് കളക്ട് ചെയ്യുക. ബുക്സ് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ മാറ്റർ തറവാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ലൈബ്രറിയിലേക്ക് പോയി നല്ല നല്ല ഓതേഴ്സിൻ്റെ ബുക്കൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ നോളേജ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ റിസർച്ച് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഗൈഡുകളെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സാമ്പിൾ എഴുതി പോകാണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൈബ്രറിയിലേക്ക് കയറി നല്ല ബുക്സ് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗുണമാവും. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ തറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാം ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്, 100 ആണ്. അതിലെ 75 മാർക്കാണ് എക്സ്റ്റേണൽ. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി മേടിക്കുന്ന 75 മാർക്ക്. ഒരു 25 മാർക്ക് ഉണ്ട്, അത് ഇന്റേണൽ ആണ്, ഇല്ലേ? ഇന്റേണൽ മാർക്കാണ്. അത് നമ്മൾ 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. 10 മാർക്സ് ഇന്റേണൽ ടെസ്റ്റ്, 10 മാർക്സ് അസൈൻമെന്റ്, 5 മാർക്ക് അറ്റൻഡൻസ്. അപ്പോൾ അത് നിങ്ങൾ ആ ഇന്റേണൽ മാർക്ക് 25 എന്നുള്ളത് അതൊരു വലിയൊരു അസറ്റാണ്. അത് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക. കാരണം അത്യാവശ്യം ഒരു ഇന്റേണൽ മാർക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇന്റേണൽ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു അത്ര നിങ്ങൾ സ്കോർ ചെയ്ത് വെക്കാം. ഇനി 75 മാർക്സിന്റെ എക്സ്റ്റേണൽ, അതിന്റെ സബ് ഡിവിഷൻസ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാന 5 ഇയറിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഏറ്റവും അവസാനമായിട്ട് നടന്ന ടോർട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മാർക്ക് ഡിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതാണ് ഫസ്റ്റ് സെമസ്റ്റർ BBA LLB ഓണേഴ്സ് ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2023. അത് 5 ഇയറിന്റെ പേപ്പറാണ്. ഓക്കെ, ടോർട്ടിന്റെ പേപ്പറാണിത്. ഓക്കെ, ഇത് കണ്ട ടോട്ടൽ മാക്സിമം ഓഫ് 75 മാർക്സ് ആണ്. എക്സ്റ്റേണൽ എക്സാം എന്ന് പറയുന്നത് 75 മാർക്സ്. 25 മാർക്സ് എന്ത് വരുന്നത് നമ്മുടെ ഇന്റേണൽ മാർക്സ്. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടോട്ടൽ എക്സാം ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 3 പാർട്ടായിട്ടാണുള്ളത്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C. പാർട്ട് A എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് B എന്ന് പറയുന്നത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്, ലോ സബ്ജക്ട്സ് ആണ്. ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് B. പാർട്ട് C എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ബാർകോഡ് ബുക്ക്ലെറ്റ് ആണ്, അല്ലേ? 32 പേജുള്ള ബാർകോഡ് ബുക്ക്ലെറ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ 32 പേജിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും എഴുതി തീർക്കണം. അഡീഷണൽ ഷീറ്റുകളൊന്നും ഇഷ്യൂ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ എക്സാം എഴുതുമ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, പ്ലാൻ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറില്ല, സാർ വലിച്ചു വാരി കുറേ എഴുതണോ? ക്വാണ്ടിറ്റി മാറ്റർ ചെയ്യും, ഇല്ലേ? ക്വാണ്ടിറ്റി മാറ്റർ ചെയ്യും. കാരണം 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിന് അല്ലെങ്കിൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് എന്താ പറയുക, വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു 12 മാർക്കിന് ചോദ്യം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് വേണം. ക്വാണ്ടിറ്റി മാറ്റർ ചെയ്യും, പക്ഷെ ക്വാണ്ടിറ്റിയെക്കാട്ടി കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഉണ്ട് ക്വാളിറ്റിയാണ്. എഴുതുന്ന സാധനങ്ങളിൽ കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് A നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ 3 പാർട്ടായിട്ട് തിരിച്ച്. പാർട്ട് എയിൽ നമുക്ക് മൊത്തം 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. 8 ചോദ്യത്തിൽ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മതി.
ഓരോ ക്വസ്റ്റിനും 5 മാർക്ക്, ടോട്ടൽ 30 മാർക്സ് ആണ് പാർട്ട് എ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പാർട്ട് എയിൽ. ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും മാറ്റർ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം എഴുതാൻ. നമ്മൾ LLB യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പ്രീഡോമിനൻസ് കൊടുക്കേണ്ട അതിൽ പ്രോപ്പർ മാറ്റർ വേണം. ആ ആൻസർ എന്താണ്, അതിൻ്റെ പ്രോപ്പർ സബ്സ്റ്റൻസ് അതിൽ വേണം. അതുപോലെ തന്നെ ജൂറിസ്റ്റിക് ഒപ്പീനിയൻസ്, ഓരോ പ്രമുഖനായ ജൂറിസ്റ്റുകൾ പറയുന്ന ഒപ്പീനിയൻസ് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾക്ക് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇല്ലുസ്ട്രേഷൻ. പിന്നെ എന്താണ്, നമ്മുടെ സെക്ഷൻസ്, റെലവൻ്റ് ആയ സെക്ഷൻസ് കോട്ട് ചെയ്ത് പോകണം. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കാര്യം. റെലവൻ്റ് ആയ സെക്ഷൻ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കുകൾ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ വാലിഡ് കേസ് ലോസ്, ഏതൊരു ഭാഗം എടുത്താലും ഏത് ടോപ്പിക് ഏതൊരു സെക്ഷൻ എടുത്താലും അതിൽ കേസ് ലോസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓക്കെ, അത് എക്സാമിന് എഴുതുകയും വേണം. കേസ് ലോസിന് മാർക്ക് ചെയ്യാം. അപ്പോൾ കേസ് ലോ വിത്ത് ഇയർ ഓർമ്മയില്ലെങ്കിലും കേസ് ലോ എഴുതുക. ഇനിയിപ്പോൾ ഒരു കേസ് ലോ നിങ്ങൾക്ക് അതിൻ്റെ ഫാക്റ്റ് മൊത്തം അറിയാം, ആ കേസിൻ്റെ പേര് നിങ്ങൾക്ക് മറന്നുപോയി, കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷനായിട്ട് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ മതി. ഓക്കെ, അതാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലെ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ടോട്ടൽ 30 മാർക്സ് ആണ് പാർട്ട് എ എന്ന് വരുന്നത്. പിന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലെ 2 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റിന് 10 മാർക്ക്, അതായത് പാർട്ട് ബി നിന്ന് 20 മാർക്സാണ് വരുന്നത്. പാർട്ട് ബി നിന്ന് 2 ക്വസ്റ്റിന് 20 മാർക്സ് ആണ് വരുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് പ്രോബ്ലം ക്വസ്റ്റ്യൻ, ഒരു ലീഗൽ പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യണം, അതിൽ ഹാക്സ് ആൻഡ് ട്രിക്സിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കണ്ട് ഞാൻ അത് കാണാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്ലേ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അതിന് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊന്നും ഞാൻ ഇതിവിടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് അതിന് പ്രോബ്ലം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രോബ്ലം എഴുതുമ്പോൾ നമ്മളാണ് അവിടെ ജഡ്ജ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, കേസ് ലോസ് പഠിച്ചിരിക്കണം നിങ്ങൾക്ക്. കാരണം ചില പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും, ഇത് ഇന്ന കേസ് ലോ ആണ്. അത് കേസ് ലോ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേസ് ലോസ് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും ഒരു വഴിയില്ല നിങ്ങൾക്ക് ആ പ്രോബ്ലം നിങ്ങൾക്ക് കേട്ടിട്ടുമില്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയില്ല, ലീവ് ചെയ്യണോ, ഒരിക്കലും ലീവ് ചെയ്യരുത്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ലീവ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നൊക്കെ അവിടെ ഫില്ല് ചെയ്തോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല, വിടരുത്. എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അതിൻ്റെ ഇഷ്യൂ കിട്ടും, ക്വസ്റ്റ്യനിൽ തന്നെ ഇഷ്യൂ എടുക്കാൻ പറ്റും, ഫാക്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇഷ്യൂവും കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ നമ്മൾ ലോ സ്റ്റുഡൻസ്, അപ്പോൾ റാഷണലായിട്ട് തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ജഡ്ജ്മെന്റ് അവിടെ എഴുതുക. എന്നിട്ട് പറ്റുന്ന പോലെ റീസൺസ് ഓഫ് ജഡ്ജ്മെന്റ് എഴുതി എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതി വെക്കുക, ഇവിടെ ലീവ് ചെയ്യരുത്. ഒട്ടും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ 10 മാർക്കിന് ഒരു പകുതി, ഒരു 3-4 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. നമുക്ക് ഫാക്ട് ഇഷ്യൂ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും നമുക്ക്. പിന്നെ നിങ്ങളുടെ ഒരു റാഷണൽ തിങ്കിങ് യൂസ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. പിന്നെ അതാണ് പിന്നെ പാർട്ട് സി എന്ന് പറയുന്നത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതും 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റിന് 12.5 മാർക്ക്, അതായത് മൊത്തം 25 മാർക്കാണ് നമ്മുടെ പാർട്ട് സി എന്ന് കേട്ടോ. പാർട്ട് സി ആണ് സത്യം പറഞ്ഞാൽ തീരുമാനിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം പാസ് ആവണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് സി നമ്മൾ എന്ത് എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട്, അപ്പോൾ അത് എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ ഷോർട്ടായിട്ട് എഴുതാൻ പറ്റില്ല, വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് നമ്മൾ എഴുതണം. അതിൽ നമ്മൾ എന്തൊക്കെ വേണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലുസ്ട്രേഷൻസ് വേണം, കേസ് ലോസ് വേണം, റെലവൻറ്റ് സെക്ഷൻസ് വേണം, ജൂറിസ്റ്റിക് ഒപ്പീനിയൻസ് വേണം, പ്രോപ്പർ സബ്ജക്ട് മാറ്റർ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വരണം. പിന്നെ അതുപോലെ തന്നെ ഒരു ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും മാറ്റർ പ്ലാൻ ചെയ്ത് വേണം എഴുതാൻ. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. വളരെ കോമൺ ലോ റെമഡീസ് അവൈലബിൾ ആണല്ലോ, അത് ടോട്ടലുള്ള റെമഡീസ് ആണ്. അപ്പം നമ്മൾ നേരിട്ട് ആ റെമഡീസിലേക്ക് അല്ല പോകേണ്ടത്, കാരണം 12.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എഴുതണം. അപ്പം നമ്മൾ എന്ത് എഴുതണം, എങ്ങനെ തുടങ്ങണം, ടോർട്ട് എന്താണെന്ന് എഴുതണം, അതിൻ്റെ എസെൻഷ്യൽസ് എഴുതാൻ പറ്റും ഇല്ലേ, അതിൻ്റെ ജനറൽ എക്സെപ്ഷൻസ് എഴുതാൻ പറ്റും, ജനറൽ എക്സെപ്ഷൻസ് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് റെമഡീസിലേക്ക് വരാം. അപ്പോഴാണ് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാറ്റർ ഫില്ല് ചെയ്താൻ പറ്റുള്ളൂ. നേരിട്ട് നിങ്ങൾ റെമഡീസിലേക്ക് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് 1.5 പേജോ 2, ഇനിയിപ്പോൾ നേരിട്ടുള്ള ആ പോയിന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലധികം മാറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വീട് പണിയുന്ന പോലെ തറ, എന്താ പറയുക, വോൾസ്, പിന്നെ വാർക്ക്, അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് ആൻസർ ചെയ്യണം. ഓക്കെ, നേരിട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ടോർട്ട് എന്താണെന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നടന്നൊരു ടോർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പേപ്പർ വെച്ച് ഞാൻ അനലൈസ്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്, 75 മാർക്സ് വരുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, കേസസ് നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ പറയാം, കേസ് ലോസ് പഠിച്ചാലാണ് നമുക്ക് ഈ പാർട്ട് ബി സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഡീലൊന്നുമല്ല, പാസ്സാവാൻ വലിയ ഡീലൊന്നും അല്ല. കുറച്ച് ഈ ഹാക്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് പാസ്സാകും. നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നല്ല ബുക്സ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക, നല്ലപോലെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, നല്ല മാർക്ക് കിട്ടും. നിങ്ങളുടെ റിസർച്ച് സ്കിൽസ് എബിലിറ്റീസും ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് റിസർച്ച് സ്കിൽസ് എബിലിറ്റീസ് ഒക്കെ നല്ലോണം വേണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് ഫസ്റ്റ് സെം എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെയാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുള്ളൂ. 1-2 എക്സാം കഴിയും, പിന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഇതിനോട് പരിചയമാവും. കാരണം കുറേ കുട്ടികൾക്ക് ഈ +2 കഴിഞ്ഞിട്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ അങ്ങനെ അറിയാണ്ട് തോറ്റു പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ 3 ഇയറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.